പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ മരണത്തിന് പോകാൻ പറ്റിയില്ല. സഞ്ചാന്യത്തിന് ഞാൻ പോയി. അങ്ങനെ ആ അടക്കം ചെയ്ത സ്ഥലത്ത്, അവിടെ സ്വന്തം പറമ്പിൽ തന്നെയാണ് അദ്ദേഹത്തിനെ ദഹിപ്പിച്ചത്. അവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 ചെറുപ്പക്കാർ കൂടി നിന്ന്, ഇനിയിപ്പോൾ ഈ അപ്പൂപ്പൻ്റെ അസ്ഥിയെ കൊണ്ടത് വെള്ളത്തിൽ കലക്കി ആ വെള്ളത്തിനെ വൃത്തികേടാക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതൊരു ചടങ്ങായിട്ട് പണ്ടേ ചെയ്തു വരുന്നത് പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിപ്പിക്കുക എന്നുള്ളതാണ് ഹിന്ദുക്കളുടെ ആചാരം. തീയിൽ ദഹിച്ചതിന് ശേഷം അതിൻ്റെ ചെറിയ ഒരു ഭാഗം, അതായത് കാലിൻ്റെ അടുത്തുള്ള കത്തി ഭസ്മമായ അസ്ഥി, നെഞ്ചിൻ്റെ അടുത്തുള്ള കുറച്ച് അസ്ഥി, തലയിലുള്ള കുറച്ച് അസ്ഥി, വളരെ കുറച്ച് മാത്രം എടുത്ത് അതിനെ ശുദ്ധീകരിക്കും. ഒരു തോറത്ത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും പിടിച്ചുകൊണ്ട് നിൽക്കും. ഈ അസ്ഥി അതിലിട്ട് ആദ്യം ഗോമൂത്രം കൊണ്ട് ശുദ്ധി ചെയ്യും, അടുത്തത് ഇളനീര് കൊണ്ട് ശുദ്ധി ചെയ്യും, പിന്നെ പാല്, അടുത്ത തൈര്, അടുത്ത് നെയ്യ്, പിന്നെ കളഭം, ചന്ദനം, ഭസ്മം എന്നിവ കൊണ്ടൊക്കെ ശുദ്ധി ചെയ്യുകയാണ് ചെയ്യുന്നത്. ശുദ്ധി ചെയ്ത് ഇത് ആർക്കും ഒരു കുഴപ്പം വരില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കുന്നത്. കുളത്തിൽ കൊണ്ടിടാറില്ല. ഈ ചായയിൽ പഞ്ചസാരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അടിക്കുമ്പോൾ പഞ്ചസാര അത് അലിഞ്ഞു ചേരുമല്ലോ. ഒഴുക്ക് വെള്ളത്തിലാവുമ്പോൾ ഇത് ആ വെള്ളത്തിൽ തന്നെ അങ്ങ് ലയിച്ച് ചേരും. ആർക്കും ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. മുമ്പൊക്കെ നമ്മുടെ ആൾക്കാർ കുളിക്കുന്നതും വെള്ളം കോരി കുടിക്കുന്നതും ഈ ആറ്റിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ അവരെ ഉള്ളിൽ പോയാലും അവരെ പുറത്ത് തട്ടിയാലും അവർക്ക് ഏതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ശുദ്ധി ചെയ്യുന്നത്. അവിടെ തന്നെ ആറ്റിലും തോട്ടിലുമൊക്കെ ഒരുപാട് ജീവികളുണ്ട്. അവർക്കും ഇതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ശുദ്ധീകരണം നടക്കുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത് ഈ സഞ്ചാന്യം എന്ന വാക്കിനർത്ഥം ശ്മശാന ഭൂമിയെ വിളഭൂമിയാക്കി മാറ്റുക എന്നതാണ്. ഒരാളിനെ നമ്മൾ അവിടെ കത്തിക്കുമ്പോൾ അവിടെ അത് മശാനമായി മാറി. അപ്പോൾ അതിനെ ശുദ്ധി ചെയ്യണം. അതിനങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം നാളെ ഒരാളിനെ വീട് വയ്ക്കണം, കുറച്ച് സ്ഥലമേ കാണുള്ളൂ, വേറെ പല പ്രവൃത്തികളോടെ ചെയ്യേണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയെ ശുദ്ധം ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. കുഴിയെല്ലാം മൂടിയതിന് ശേഷം ഈ വടക്കൻ കേരളത്തിലൊക്കെ അവർ വാഴ നടും, തെക്കൻ കേരളത്തിലൊക്കെ ഒരു തെങ്ങ് നടും, എന്നിട്ട് രണ്ടറ്റത്തും ഒരു മഞ്ഞയും മാറാനും നടും. എന്നിട്ട് നവധാന്യങ്ങൾ വിതറും. ഈ നവധാന്യങ്ങൾ സാധാരണ ചെറുതാണ്, നെല്ല്, ഗോതമ്പ് ഇങ്ങനെ തുടങ്ങുന്ന ധാന്യങ്ങൾ. ഈ ധാന്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പൊടിച്ചു വരുമ്പോൾ ഭൂമിയെ മാത്രമല്ല ശുദ്ധി ചെയ്യുന്നത്, ഇത് അന്തരീക്ഷത്തിനെയും ശുദ്ധി ചെയ്യും. അതാണ് ഈ നവധാന്യങ്ങളുടെ പ്രത്യേകത. ഈ നവധാന്യം വിതറി അത് പൊടിച്ച് വരുമ്പോൾ ആ സ്ഥലം ശുദ്ധമാകുന്നു. ഇനി കുഴിക്കകത്ത് കുറച്ച് അസ്ഥിയുടെ അംശങ്ങൾ, അതായത് കത്തിക്കരിഞ്ഞ ചാമ്പൽ ഉണ്ടാവും. അത് ഈ തെങ്ങ് ഭക്ഷിച്ചുള്ളൂ, അല്ലെങ്കിൽ വാഴ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷം വച്ചാൽ ആ വൃക്ഷത്തിന് അതിന് ഉരമായി മാറി.
അങ്ങനെയാണ് ഈ ഭൂമി ശുദ്ധം ചെയ്യുന്നത്. വാസ്തു ശാസ്ത്രത്തിൽ വീട് വയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ആ ഭൂമിയിൽ കുറച്ച് നവധാന്യം വിതറാൻ പറയും. അത് പൊടിച്ചു വന്നാൽ ആ സ്ഥലം ശുദ്ധമായി എന്നാണ് അർത്ഥം. എന്നിട്ട് വീട് വയ്ക്കുന്നത് ഉത്തമമാണ്. അത് പറയുന്നത് ശ്മശാന ഭൂമിയായാൽ പോലും, അതായത് കുറേ ആൾക്കാരെ കത്തിച്ച ആ ശ്മശാനമായിരുന്നാൽ പോലും അവിടെ 3 പ്രാവശ്യം നവധാന്യം വിതറി പൊടിച്ചാൽ ആ ഭൂമി വാസയോഗ്യമായി മാറും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കാനായിട്ട് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മഴക്കാലമാണ്, കുറച്ച് നവധാന്യം വാങ്ങിച്ച് വിതറും, ആ ഭൂമി ശുദ്ധമാവട്ടെ. ഈ വിവരങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങളും മറ്റുള്ളവരെ അറിയിക്കണം. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും. നന്ദി, നമസ്കാരം.